നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഫസ്റ്റ് ലെയർ സോൾവിങ് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം യെല്ലോയുടെ ഓപ്പോസിറ്റേക്ക് വൈറ്റ് കൊണ്ടുവെക്കുക. വൈറ്റ് ഒരു ക്രോസ് ആക്കാൻ നോക്കുക. വൈറ്റ് ക്രോസ് ആയി കഴിഞ്ഞു. എന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് തിരിച്ചിട്ട്, അതായത് സെൻറ്ററിലേക്ക് വെച്ചിട്ട്, ഇപ്പോൾ ചുമപ്പിൻ്റെ സെൻറ്ററാണെങ്കിൽ ഓപ്പോസിറ്റ് തിരിച്ച് വെള്ളയിലോട്ട് എത്തിക്കുക. ഇപ്പം ഓറഞ്ചിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചു. എന്നിട്ട് നേരെ തിരിച്ച് ഓപ്പോസിറ്റ് തിരിച്ച് വെള്ളം വൈറ്റിലേക്ക് വെച്ചു. അടുത്ത് ഗ്രീൻ ഓപ്പോസിറ്റ് വെച്ചു. ഇനി ബ്ലൂ ഓപ്പോസിറ്റ് വെച്ചു. ഇവിടെ എത്തി. ഇനി ഓരോ കോർണർ സോൾവ് ചെയ്യണം. ഈ കോർണർ റെഡ് ബ്ലൂ എന്ന് പറയുന്നത് ഈ കോർണർ, അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. നമ്മൾ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ഉപയോഗിച്ചത് സോൾവ് ചെയ്തു. എന്നിട്ട് അടുത്ത് ബ്ലൂ ഓറഞ്ച് ഇവിടെ, അതിന് ഇത് വൈറ്റ് അല്ല, ഇത് യെല്ലോ ആണ്. റെഡ് ഗ്രീൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് മുകളിൽ തന്നെ ഇരിക്കുന്നത്. അത് നമുക്ക് ഉടനെ സോൾവ് ചെയ്തേക്കാം. റെഡ് ഗ്രീൻ സോൾവായി. ഇനി ബ്ലൂ ഓറഞ്ച് നമ്മൾ ടോപ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അത് സോൾവ് ചെയ്തു. ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഓറഞ്ച്, അതതിൻ്റെ ടോപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതും കൂടെ സോൾവ് ചെയ്തു. ഓക്കെ, ഇപ്പം വൈറ്റ് ബോട്ടം ലെയർ സോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. റിങ്ങും പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് മിഡിൽ ലെയർ, അതായത് സെക്കൻഡ് ലെയർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോർഷൻ കണ്ടോ, ഇവിടെ ഏതാണോ സെൻറ്റർ അതിൻ്റെ കളർ തന്നെ ഒരു സൈഡിലും ഈ സെൻറ്ററിൻ്റെ കളർ അടുത്ത സൈഡിലും വന്നിട്ട് ആ മിഡിൽ പോർഷൻ സോൾവ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിനി സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് സോൾവ്ഡ് ആണ്. അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തോന്നും ഈ ഓറഞ്ച് സെൻറ്ററിൻ്റെ അടുത്തുനിന്നും ഇവിടെ ബ്ലൂ കളറുള്ള പീസാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ വന്നേക്കുന്നത് യെല്ലോ ആണ്. അപ്പോൾ ഇവിടേക്ക് ഓറഞ്ച് ബ്ലൂ എന്ന് പറഞ്ഞ സെൻറ്ററാണ് കൊണ്ടുവരേണ്ടത്, എഡ്ജാണ് കൊണ്ടുവരേണ്ടത്. ഓറഞ്ച് ബ്ലൂ മുകളിലുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ക്യൂബ് നേരെ പിടിക്കാം. എന്നിട്ട് മുകളിലുള്ള ഈ ഒരു റിങ്ങിലായിരിക്കും സാധാരണ കാണാറ്. അപ്പോൾ അല്ലാത്ത കേസ് നമുക്ക് പറയാം. മുകളിലുള്ള ആ ഫേസിൽ എഡ്ജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരെ ഏതാണോ കളറ്, സൈഡ് കളറ്, ആ കളറിൻ്റെ ഫേസിലേക്ക് കൊണ്ടുവെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇതിനെ നമുക്ക് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യിക്കേണ്ടത്. ഈ സൈഡിലേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ഈ ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലേക്ക് ആ ക്യൂബ് നമ്മൾ തിരിച്ചു വെക്കുക. അതായത് ഇവിടെയാണ് സോൾവ് ചെയ്യേണ്ടത്, ഇങ്ങോട്ട് തിരിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടാണ് സോൾവ് ചെയ്യേണ്ടത്, ഇവിടുന്ന് ഇപ്പുറത്തോട്ട് തിരിക്കുക. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് തിരിച്ചത്. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം ഒന്ന് ചെയ്യുക. എന്നിട്ട് ആദ്യം തിരിച്ചത് ഓർമ്മയുണ്ടല്ലോ, ടോപ്പ് ലെയർ അങ്ങോട്ട് തിരിച്ചതെന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അതേ സൈഡിലേക്ക് തന്നെ ക്യൂബ് ഒന്ന് തിരിച്ചിട്ട് നേരത്തെ ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതമാണ് ചെയ്തത്, ഇപ്പോൾ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ആ ലെയറോടെ സോൾവായി. ഇപ്പോൾ മനസ്സിലാകാത്തവർക്ക് അടുത്ത ഒരു ക്യൂബും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്ന്. അടുത്തത് ഇത് നമുക്ക് എങ്ങോട്ടാണ് കൊണ്ടുവെക്കേണ്ടതെന്ന് നോക്കാം. ഇത് ഓൾറെഡി ഈ റെഡും ഗ്രീനും സോൾവ് ആവേണ്ടത് ഇങ്ങോട്ടാണ്. ഓൾറെഡി ഇത് റെഡിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റെഡ് ഫേസ്, സൈഡ് ഫേസ് റെഡ് ആയതുകൊണ്ട് അത് റെഡ് സെൻറ്ററിലേക്ക് കൊണ്ടുവച്ചിട്ട് വേണം സോൾവ് ചെയ്യാൻ തുടങ്ങാൻ. ഇനി ഈ പീസ് നമുക്ക് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. ഈ ക്യൂബ് നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുക. അതായത് റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. അപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് തിരിച്ചു. എന്നിട്ട് ഏതാണോ വരേണ്ട ഫേസ് അവിടെ, അതായത് റൈറ്റ് സൈഡിലേക്കല്ലേ വരേണ്ടത്. അപ്പോൾ റൈറ്റ് അൽഗോരിതം ചെയ്യുക.
എന്നിട്ട് ആദ്യം തിരിച്ചത് ലെഫ്റ്റ് സൈഡിലേക്കില്ലേ, ക്യൂബ് മൊത്തം ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് അടുത്ത ഫേസിലേക്ക് കൊണ്ടുവരിക, ഒന്ന് തിരിക്കുക, എന്നിട്ട് ലെഫ്റ്റ് അൽഗോരിതം ചെയ്യുക. അന്നേരം അതും സോൾവായി. ഇനി സോൾവ് ആകാൻ നമുക്ക് ഒരു പീസ് ബാക്കിയുള്ളൂ. അതേതാണ്? ബ്ലൂ റെഡ് എവിടെയെങ്കിലും ഉണ്ടോ നോക്കതേ, ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ സൈഡ് ഫേസ് റെഡ് ആയതുകൊണ്ട് നമ്മളത് റെഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ഏത് സൈഡാണോ സോൾവ് ആകേണ്ട കേസ് ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ ആ ഹാൻഡിലുള്ള അൽഗോരിതം ഇവിടെയാണ് സോൾവ് ചെയ്യേണ്ട പീസ് വരേണ്ടതെങ്കിൽ ടാർഗറ്റ് ലൊക്കേഷൻ ഇതാണെങ്കിൽ, അതായത് അവസാനം ട്യൂബ് എത്തേണ്ടത് ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ സൈഡിലത്തെ അൽഗോരിതം ആദ്യം ചെയ്യുക. അതായത് ആദ്യം നമ്മൾ ചുമപ്പ് സെൻറ്ററിലേക്ക് കൊണ്ടുവച്ചു, ഇങ്ങോട്ടാണ് സോൾവ് ആകേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചു, ഇതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തിരിച്ച്, അത് ഓർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ക്യൂബ് തിരിച്ചത്, അതുപോലെ അല്ല ടോപ്പ് ലെയർ തിരിച്ചത്, അതുപോലെ തന്നെ ക്യൂബ് ഒന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഒന്നുകൂടെ തിരിച്ചു. എന്നിട്ട് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുക. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതമാണ് ചെയ്തതെങ്കിൽ രണ്ടാമത് റൈറ്റ് ഹാൻഡ് അൽഗോരിതമാണ് ചെയ്യേണ്ടത്. ആദ്യം റൈറ്റ് ഹാൻഡ് അൽഗോരിതമാണ് ചെയ്തതെങ്കിൽ രണ്ടാമത് ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടോ, രണ്ടാമത്തെ ലെയറും സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു കേസാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കേസ് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു കേസാണെന്ന് വിചാരിക്കാം. നമുക്ക് ഓറഞ്ച് ബ്ലൂ സെൻറ്റർ ഇവിടെ കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് ഈ എഡ്ജിലേക്കാണ് ഇതിനെ കൊണ്ടുവരേണ്ടത്. നമുക്ക് ടോപ്പ് ലെയറിൽ എവിടെയെങ്കിലും ആണെങ്കിൽ മാത്രം അവിടുന്ന് സോൾവ് ചെയ്യേണ്ട പൊസിഷനിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി വേറൊരു സ്ഥലത്ത് സോൾവ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ പുറത്ത് കൊണ്ടുവരണമെന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടേക്ക് സോൾവ് ചെയ്യേണ്ട ഒരു ക്യൂബ് എവിടെയെങ്കിലും കാണും. അതായത് ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഈ സ്ഥലത്തേക്ക് ഇവിടേക്ക് സോൾവ് ചെയ്യേണ്ടത്. അത് സോൾവ് ചെയ്യുമ്പോൾ ഇത് പുറത്തിറങ്ങിക്കോളും, ഇത് ടോപ്പ് ലെയറിലേക്ക് എത്തിക്കോളും. അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യൂബ് കണ്ടുപിടിക്കുക, ഏതാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. അതിൻ്റെ മാച്ചിങ് സെൻറ്ററിലേക്ക് കൊണ്ടുവെക്കുക, സൈഡ് കളർ മാച്ചിങ് സെൻറ്ററിലോട്ട് കൊണ്ടുവച്ചിട്ട് നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റിലേക്ക് ടോപ്പ് ലെയർ ഒന്ന് തിരിക്കുക. എന്നിട്ട് ഏതാണോ സോൾവ് ചെയ്യേണ്ട പൊസിഷൻ ആ പൊസിഷൻ്റെ അൽഗോരിതം ആദ്യം ചെയ്യുക. ഇവിടെയാണ് ചെയ്യേണ്ടത്, ഈ ക്യൂബിലാണ് ചെയ്യേണ്ടത്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുക. എന്നിട്ട് ആദ്യം ടോപ്പ് റൈറ്റിലേക്കല്ല തിരിച്ചത്, അതുപോലെ തന്നെ റൈറ്റിലേക്ക് തിരിച്ചിട്ട് ആദ്യം ചെയ്തത് ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം, ഇപ്പം റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബ്ലൂ റെഡ് ക്യൂബ് സോൾവായി. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഇരുന്ന ബ്ലൂ ഓറഞ്ച് ക്യൂബ് മുകളിലത്തെ ഫേസിലേക്ക് വന്നു, ലെയറിലേക്ക് വന്നു. ഇനി നമുക്കത് ഈ പാർട്ടിലേക്ക് സോൾവ് ചെയ്യാം. ഇവിടേക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഓറഞ്ച് കളർ മാച്ച് ചെയ്യുന്ന സെൻറ്ററിലേക്ക്, സൈഡ് കളർ മാച്ച് ചെയ്യുന്ന സെൻറ്ററിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് നോക്കുക എവിടെയോട്ട് ഏത് സൈഡിലേക്കാണ് സോൾവ് ചെയ്യേണ്ടത്, ഇതിലേക്കാണ്, അതായത് റൈറ്റ് സൈഡിലേക്കാണ് സോൾവ് ചെയ്യേണ്ടത്. അത് അപ്പം നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു. സോൾവ് ചെയ്യേണ്ട ഫേസ് റൈറ്റ് ആയതുകൊണ്ട് അവിടെ റൈറ്റ് ഹാൻഡ് അൽഗോരിതം ഒന്ന് ചെയ്തു. എന്നിട്ട് ആദ്യം ലെഫ്റ്റിലേക്കാണ് ടോപ്പ് തിരിച്ചത്. അപ്പോൾ ക്യൂബ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് ആദ്യം റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്തു, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്യുന്നു. അത് സോൾവായി. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്തേക്കാം. ഇങ്ങോട്ട് സോൾവ് ചെയ്യേണ്ടത് ഇതായി ഗ്രീൻ റെഡാണ് ഇങ്ങോട്ട് സോൾവ് ചെയ്യേണ്ടത്. അത് കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇരിക്കുന്നത്, നമുക്കൊന്നും മാറ്റാനില്ല. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു. എന്നിട്ട് റൈറ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്തു, ലെഫ്റ്റിലേക്ക് തിരിച്ചു, ലെഫ്റ്റ് ഹാൻഡ് അൽഗോരിതം ചെയ്തു. അപ്പം എല്ലാ മിഡിൽ ലെയർ സോൾവ് ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.